പാലക്കാട്ടെ CPIM-ലെ തർക്കത്തിൽ ജില്ലാ നേതൃത്വത്തോട് കലഹിച്ച് പാർട്ടി വിട്ടവരെ കൂടെ കൂട്ടാൻ PK ശശി. CPIM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൽ ഷുക്കൂറുമായി DMF നേതാക്കൾ ചർച്ച നടത്തി. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, ഈ വിമതരെ കൂടെ നിർത്താൻ PK ശശിക്ക് സാധിക്കുമോ? അമൽ ദിൽന, തീർച്ചയായും അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് CPIM ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൽ ഷുക്കൂറും കൂടെ അദ്ദേഹത്തിന്റെ അനുയായികളായ ഒരു 25 പേര് പാർട്ടി പ്രവർത്തകർ, അതിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്, ഇവർ പാർട്ടി വിട്ടത്, CPIM-ൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയത്. അപ്പോൾ അവരെ കൂടെ കൂട്ടാനാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ, അതായത് PK ശശി നേതൃത്വം നൽകുന്ന ഈ പാർട്ടി ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുമായി, അതായത് അബ്ദുൽ ഷുക്കൂറുമായി ഇന്ന് DMF-ന്റെ നേതാക്കൾ സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തി കഴിഞ്ഞു. എന്തായാലും ഒരു അനുകൂല തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും അബ്ദുൽ ഷുക്കൂറും പാർട്ടി വിട്ട മറ്റ് 25 പ്രവർത്തകരും, അതിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്, വനിതാ പ്രവർത്തകരുണ്ട്, ഇവരെല്ലാം DMF-ൽ ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ, പ്രാഥമിക ചർച്ചകളൊക്കെ കഴിഞ്ഞു. നേരത്തെ തന്നെ, അതായത് ഷുക്കൂർ രാജിവെച്ച അന്ന് തന്നെ ശശി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, ഷുക്കൂറിനോട് DMF-ൽ ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്ന് നേരിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായത്. ഇതിൽ DMF-ന്റെ നേതാവായ M സതീഷാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അമൽ ദില്ല. ശരി, ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.